വാർത്തകൾ വിശദമായി. ഓണാവേശം, നാടാകെ ആഘോഷം. തിരുവോണത്തെ വരവേറ്റ മലയാളികൾ. തിരുവോണ ദിനത്തിൽ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് ഓണസദ്യ തന്നെയാണ്. ഇതാണ് കുടുംബത്തിലെ ഏറ്റവും വലിയ ആഘോഷവും. എല്ലാവരും ഒത്തൊരുമിച്ച് തന്നെയാണ് ഓണസദ്യ കഴിക്കുന്നത്. കാർഷിക സംസ്കാരത്തിന്റെ വിളവെടുപ്പ് ഉത്സവമായ ഓണം കാലക്രമേണ ഐശ്വര്യത്തിന്റെ പ്രതീക്ഷയുടെ ഒത്തുചേരലിന്റെ ഉത്സവമായി പരിഗണിക്കുകയായിരുന്നു. ഉത്രാട ദിനമായ ഇന്നലെ ഓണക്കോടിയെടുക്കാനും ഓണസദ്യയ്ക്കും ഓണത്തപ്പന് വരവേൽക്കാനുമുള്ള ഒരുക്കങ്ങൾക്കും തിരക്കോട് തിരക്കായിരുന്നു. പച്ചക്കറി, പഴം, പൂവ്, പാല്, വസ്ത്രം വിപണികളിലായി ആളുകൾ ഒഴുകിയെത്തിയിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ചെറുതും വലുതുമായ വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം തിരക്കായിരുന്നു. പുത്തൻ ട്രെൻഡുകളുടെ ശേഖരവുമായി തുണിക്കടകൾ ഓണത്തെ വരവേൽക്കാൻ നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു. പുത്തൻ ഉടുപ്പുകളും സദ്യയുമായി ഓണം പൊടിപൊടിക്കുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഓണക്കളികൾ വലിയ പരിചയമില്ലാത്ത അവസ്ഥയാണ്. അന്യം നിന്ന് പോകുന്ന സാംസ്കാരിക വിനോദങ്ങളിലൊന്നായ ഓണക്കളികൾ ഗ്രാമങ്ങളിൽ ചിലയിടങ്ങളിൽ അരങ്ങേറുന്നുമുണ്ട്. ക്യാമ്പസുകളിലെ ഓണാഘോഷമാണ് ഇപ്പോൾ പുതുതലമുറയുടെ ട്രെൻഡ്. തിരുവാതിരയും ഓണത്തല്ലും പുലിക്കളിയുമെല്ലാം ഓണാഘോഷത്തിന്റെ ഭാഗമായി ക്യാമ്പസുകളിൽ എത്തുന്നുണ്ട്. വൻകിട ബ്രാൻഡുകളുടെ ഓഫറുകളുമായി ഓണക്കാലത്ത് സജീവമായിരുന്നു. തിരുവോണ സദ്യ അടിപൊളിയാക്കാനുള്ള ഒരുക്കങ്ങൾ വീടുകളിൽ എന്നതുപോലെ നഗരങ്ങളിലെ കാറ്ററിംഗ് കേന്ദ്രങ്ങളിലും നടക്കുകയാണ്. ഹോട്ടലുകളിൽ ഇന്നലെ ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ബുക്കിംഗ് അനുസരിച്ച് സദ്യയുടെയും പായസത്തിന്റെയും മറ്റും വിതരണവും രാവിലെ മുതൽ നടന്നു. വിഭവസമൃദ്ധമായ തിരുവോണ സദ്യയുമായി ഹോട്ടലുകളും തയ്യാറാണ്. വർണ്ണാഭമായ ആഘോഷ പൊലിമയാണെങ്ങും. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ ഓണാഘോഷം നടക്കുന്നുമുണ്ട്. എല്ലാവർക്കും ACV ന്യൂസിൻ്റെ ഓണാശംസകൾ.